Hi everyone, welcome to Study Nova. 2025 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് സ്റ്റേറ്റ് സിലബസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇന്ന് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി അപ്കമിങ് വീഡിയോസിൽ അതിൻ്റെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. Which of the following below is not a term of the arithmetic sequence? ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് 1, 7, 13. 1, 7, 13 ടേം അല്ലാത്തത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവരുടെ ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 - 1 ദാറ്റ് ഇസ് 6 ആണ്. അതായത് ആദ്യ പദം ഒന്നും പൊതുവ്യത്യാസം 6 കിട്ടി. ഇനി ഇതിൽ ഇവർ ഏത് ഫോമിലാണ്, അതായത് a+n-1 × d അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. അതായത് 1 + n-1 × d. ഡിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 6 കൊടുക്കാം. സോ വി ഗെറ്റ് 6n - 6 കിട്ടി. അതായത് 6n - 5 എന്നുള്ള ഫോമിലാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻസും ഇതിൽ കൊടുത്തു നോക്കാം. അതായത് 6n - 5 ഈക്വൽ, അതായത് തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻസിനും പൊസിഷൻ എന്നിന്റെ വാല്യൂ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടോ, അതായത് പ്രോപ്പർ ആയിട്ട് ഒരു പോസിറ്റീവ് വാല്യൂ ആണോ കിട്ടുന്നതെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. പോസിറ്റീവ് ഇൻഡിജർ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഒരു എണ്ണൽ സംഖ്യ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 6n ഈക്വൽ 61 - 5 ആണ്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ +5 ആയി. സോ n ഈക്വൽ 66/6 ആണ്. ട്രാൻസ്പോസ് ചെയ്തപ്പോൾ വി ഗെറ്റ് 11 കിട്ടി. പ്രോപ്പർ ആയിട്ട് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വൺ നമുക്ക് 6n - 5 ഈക്വൽ 81 അപ്ലൈ ചെയ്ത് നോക്കാം. സോ n ഈക്വൽ 81 + 5/6 കിട്ടും. 86/6 കിട്ടും. നമുക്ക് എത്ര വരും? 43/3. ആൻഡ് നമുക്കറിയാം 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 43 പ്രോപ്പർ ആയിട്ട് ഡിവിസിബിൾ അല്ല. അതായത് ആ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിജിറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 7 ആണ്. ഇപ്പൊ സപ്പോസ് അതൊരു 3യുടെ ടേബിളിലുള്ള നമ്പേഴ്സ് ആണ്, ലൈക്ക് 3, 6, 9 ഒക്കെ ആണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഡിവിസിബിൾ ആയിട്ട് പോകും. സോ അത് പ്രോപ്പർ ആയിട്ട് ഡിവിസിബിൾ ആകില്ല. പ്രോപ്പർ ആയിട്ട് ഒരു പോസിറ്റീവ് ഇൻഡിജർ കിട്ടില്ല നമുക്ക്. സോ അതെന്തല്ല, അതൊരു പൊസിഷൻ അല്ല എന്ന് മനസ്സിലായി. അതായത് 81 ഒരു പൊസിഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വൺ ഇസ് 91 - 5 ഈക്വൽ 91 കൊടുക്കാം. സോ n ഈക്വൽ 91 + 5/6 96/6. 96/6 എന്ന് പറഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് 1 time 6 times. സോ ഇറ്റ് ഈസ് 6. പ്രോപ്പർ ആയിട്ട് ഒരു പോസിറ്റീവ് വാല്യൂ വരുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് 96ഉം 91ഉം എന്താണ്, ഒരു ടേം ആണ് ഇതിൽ. നെക്സ്റ്റ് വൺ നമുക്ക് ആരെടുക്കാം? 6n - 5ന് അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള 121 കൊടുത്തു നോക്കാം. സോ n ഈക്വൽ 121 + 5/6 വരും. 126/6 വരും. സോ വി ഗെറ്റ് 2 time 12 ആൻഡ് 1 time 6. സോ ഇറ്റ് ഈസ് 120. അപ്പോൾ പ്രോപ്പർ ആയിട്ട് 21 പോയി. അതായത് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ പ്രോപ്പർ ആയിട്ട് ഡിവിസിബിൾ ആയി പോകാത്തത്. സോ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. 81 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. റീഡ് ദ 2 സ്റ്റേറ്റ്മെന്റ്സ്. ഇഫ് ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 8, അതായത് 5th ടേം എന്ന് പറഞ്ഞാൽ a + 4d ആണ്. അത് എത്രയാ തന്നേക്കുന്നത്? 8 ആണ് തന്നേക്കുന്നത്. ആൻഡ് സം ഓഫ് ദി തേർഡ് ആൻഡ് 7th ടേം ഇസ് 16. സം ഓഫ് ദി തേർഡ് ആൻഡ്, അതായത് തേർഡ് ടേമിന്റെയും അതുപോലെ തന്നെ 7th ടേമിന്റെയും സം എന്ന് പറയുന്നത് എത്രയാണ്? 16 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് a + 2d, തേർഡ് ടേം എന്ന് പറയുന്നത് a + 2dയും 7th ടേം എന്ന് പറയുന്നത് a + 6dയും ആണ്. അത് എത്രയാണ്? 16 ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവരെ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ ഇവർ രണ്ടുപേരും ആഡ് ചെയ്ത് നോക്കാം. a + a we get 2a and 2d + 6d we get 8d equal 16. സോ അതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ a + 4d ഈക്വൽ 16 കിട്ടി. ഓക്കെ, സോ അതിൽ നിന്ന് a + 4d ഈക്വൽ എത്രയാണ്? 16/2, അതായത് 8 കിട്ടും. അപ്പൊ നമുക്ക് മുന്നേ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. Next statement B.
The sum of two numbers got by adding and subtracting the same number from a number is twice this number. അതായത് നമ്മുടെ കയ്യിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ലെറ്റ് ഇറ്റ് ബി എക്സ് ആൻഡ് വൈ ആണെന്ന് വിചാരിക്കാം. അപ്പൊ പിന്നെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ് ദ സെയിം നമ്പർ ഫ്രം എ നമ്പർ. അപ്പൊ രണ്ട് നമ്പേഴ്സ് ആദ്യം നമ്മൾ ആ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തു, അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന അവരുടെ സമ്മാണ്. The sum of that two numbers. So this is your first number and this is your second number. ഇവരുടെ സമ്മാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവരുടെ സമ്മ എന്താണ്? is twice this number. അല്ലെ? അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x തന്നെ കിട്ടും. അതായത് ആ സെയിം നമ്പറിൽ നിന്ന്, അതായത് എക്സിന്റെ 2 ടൈംസ് തന്നെയാണ് ഇവിടെ കിട്ടിയേക്കുന്നത് അല്ലെ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതും കറക്റ്റ് തന്നെയാണ്. അതായത് സം ഓഫ് ടു നമ്പേഴ്സ് ഗോട്ട് ബൈ ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ് ദ സെയിം നമ്പർ ഫ്രം എ നമ്പർ. ഏതൊരു നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ, അതായത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഏത് നമ്പർ? എക്സ് തന്നെ ആഡ് ചെയ്തു. എക്സ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തപ്പോ എന്ത് കിട്ടി? അതിന്റെ എക്സിന്റെ ഡബിൾ കിട്ടി. അതാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്നതിൽ ഓപ്ഷൻ എ ഈസ് ട്രൂ, ബി ഈസ് ഫോൾസ്, എ ഈസ് ഫോൾസ്, ബി ഈസ് ട്രൂ, ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ, ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ. അപ്പൊ നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ 4 പറയാം. കാരണം ഇവിടെ വേറെ ഒരു റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു റിലേഷനും ഇല്ലാത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഓഫ് കോഴ്സ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4th ആണ്. So in the third one, the fourth term of an arithmetic sequence is 80. അപ്പോൾ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ a+3d ആണ്. അത് എത്രയാണ് കിട്ടിയത്? 80 ആണ്. അതുപോലെ സെവൻത്ത് ടേം എന്ന് പറയുന്നത്, അതായത് a+6d എന്ന് പറയുന്നത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് 10th ടേം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഫസ്റ്റ് ടേമും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. നമുക്ക് ഇവരെന്ത് ചെയ്യാം? അവരെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. ഓർ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്താലും കുഴപ്പമില്ല. സോ നമുക്ക് എന്ത് കിട്ടും? എയിൽ നിന്ന് എ മൈനസ് ചെയ്താൽ 0 കിട്ടും. 3dയിൽ നിന്നും 6d മൈനസ് ചെയ്താൽ -3d കിട്ടും. 80 നിന്ന് 60 മൈനസ് ചെയ്താൽ 20 കിട്ടും. അപ്പോൾ നമുക്ക് d ഈക്വൽ 20/3 കിട്ടി. സോ കോമൺ ഡിഫറൻസ് എത്രയായി? -20/3 ആയി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് കൊടുക്കാം. അതായത് ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇക്വേഷനിലേക്ക് ഈ ഡിയുടെ വാല്യൂ നമുക്ക് കൊടുത്തു നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് കൊടുത്തു നോക്കാം. അതായത് a+3d = 80 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഡിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -20/3 കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? a+3 × 3d എന്ന് പറഞ്ഞാൽ 3d, 3 × d ആണ്. അപ്പൊ 3 × -20/3 = 80. 3 3 നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ നമുക്ക് a -20 = 80 ഓർ നമ്മുടെ a = 80 -20 ആണ്. നമുക്കത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ +20 കിട്ടി. നമുക്ക് ഫസ്റ്റ് ടേം ഇവിടെ കിട്ടി, 100 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് 10th ടേം ചോദിച്ചിട്ടുണ്ട്. 10th ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് a+9d ആണ്. നേരെ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് എക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 100 കൊടുക്കാം. എക്ക് വരം 100 കൊടുക്കാം. പ്ലസ് 9dയിൽ 9 × d നമുക്ക് എത്ര കിട്ടി? -20/3 ആണ് കിട്ടിയത്. നമുക്ക് എഗെയിൻ നമുക്ക് ഇവിടെ 3ഉം 9ഉം കട്ട് ചെയ്യാം. 3 വരും. സോ 100 + 3 × -20 ബോട്ട് മാസ് വെച്ച് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെ ആദ്യം ചെയ്യണം. സോ 100 - 60 ആയി. 100 നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് 14. സോ നമുക്കവിടെ 10th ടേമും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. സോ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 100ഉം 10th ടേം എന്ന് പറയുന്നത് എത്രയും കിട്ടി? 40ഉം കിട്ടി. ഓക്കെ,
ഇനി നമുക്ക് തേർഡ് വണ്ണിന്റെ തന്നെ ഓർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 8, 15 and 22, can the difference between any two terms be 56? And is 302 is a term of the sequence? If so, what is its position? Okay. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ, ഒരു സമാന്തര ശ്രേണിയിൽ രണ്ട് ടേംസിന്റെ ഡിഫറൻസ് 56 വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, രണ്ട് ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എപ്പോഴും കോമൺ ഡിഫറൻസിന്റെ അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് എഴുതാം. 15 മൈനസ് 8, അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 7 ആണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് രണ്ട് ടേംസിന്റെ ഡിഫറൻസ് 56 വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ 7ന്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 56 കിട്ടുമെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാലോ 56/7 ഇറ്റ് ഈസ് 8 ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, 8 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പറാണ്. അതായത് നമുക്കെന്താ ഈ ഒരു സീക്വൻസിൽ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എത്ര വരും? ഓഫ് കോഴ്സ് അത് 56 തന്നെ വരാം. ഓക്കെ. സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വന്നേക്കുന്നത്. യെസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ബി 56. ഓക്കെ. ഇനി അതിന്റെ തന്നെ സെക്കൻഡ് ഓപ്ഷനാണ്, ഈസ് 302 ഇസ് എ ടേം ഓഫ് ദി സീക്വൻസ്. 302 ഈ ഒരു സീക്വൻസിൽ വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 302 അത് നമുക്ക് എങ്ങനെ ആ ഓപ്ഷൻ ചെയ്യാം? അതായത് തേർഡ് വണ്ണിൽ സെക്കൻഡ് വൺ ഓർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളപ്പോൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ടേം ഒരു ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് a plus n minus 1 into d equal 302 ചെയ്താൽ മതി. എന്നിട്ട് n ഒരു പ്രോപ്പറായിട്ട് പോസിറ്റീവ് ഇൻഡിജർ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? 302 അവിടെ ഒരു ടേം ആണ്, അല്ലെങ്കിൽ 302 അവിടെ ഒരു പദമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. കോമൺ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി, 15 മൈനസ് 8 7 ആണ്. പക്ഷെ നമുക്ക് n അറിയില്ല, അപ്പോൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് 8 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ 302. സോ n മൈനസ് 1 ഇൻറ്റു 7. ഫസ്റ്റിന് നമുക്ക് പ്ലസ് 8 നമുക്ക് ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. മൈനസ് 8 ആയി. അപ്പോൾ 302 മൈനസ് 8 എന്ന് പറയുന്നത് ഇവിടെ 30 എന്ന് വേണം ഒന്ന് കടമെടുക്കാൻ. അപ്പോൾ 294 കിട്ടി. സോ n മൈനസ് 1 ഈക്വൽ 294 ഇൻറ്റു 7 ആണ്, ഡിവൈഡഡ് ബൈ 7 വരും. ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ ഇവിടെ 294 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, അപ്പോൾ 42 കിട്ടി. സോ n മൈനസ് 1 ഈക്വൽ 42 ഓർ n ഈക്വൽ മൈനസ് 1 ആണ്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പ്ലസ് 1 ആവും. ദാറ്റ് മീൻസ് 43 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. പ്രോപ്പറായിട്ട് അവിടെ ഒരു വാല്യൂ വരുന്നിട്ട്. സോ ഓഫ് കോഴ്സ് അവിടെ 302 എന്താണ്? ഒരു ടേം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് ഫോർത്ത് വൺ. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 40. ആദ്യത്തെ 5 ടേംസിന്റെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം എന്ന് പറയുന്നത് 40ഉം അതുപോലെ ആദ്യത്തെ 13 ടേംസിന്റെ സം എന്ന് പറയുന്നത് 260 തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം ചോദിച്ചിട്ടുണ്ട്, 7th ടേം ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ടേമും ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിളാണ്. ഇവിടെ 1 2 3 4 5 ടേംസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? സമ്മിനെ നമ്പർ ഓഫ് ടേംസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മിഡിൽ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു സീക്വൻസിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് മിഡിൽ ടേം. തേർഡ് വണ്ണാണ് മിഡിൽ ടേം എന്നറിയാം. അപ്പോൾ നോക്കിക്കേ,
മിഡിൽ ടേം അല്ലെങ്കിൽ x3 എന്ന് പറയുന്നത് ഇവിടെ സമ്മ് 40 നമ്പർ ഓഫ് ടേംസ് ഇവിടെ 5 ഉണ്ട്. സോ സിംപ്ലി വി ഗെറ്റ് 8 കിട്ടി. ഇനി ഇവിടെ x1 x2 x3 അങ്ങനെ പോയി 13 വരെ ഉണ്ട്. സോ അത് നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട. നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം? x1ഉം x13ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x14 അല്ലെ, 1നും 13ത്തിനും പൊസിഷൻസിന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 ആണ് കിട്ടുന്നത്. ഈ 14നെ നമ്മുടെ കറക്റ്റ് ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. അതായത് ഇവിടെ x7 ആയിരിക്കും എന്ത് കറക്റ്റ് മിഡിൽ ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി x7 ഇനി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സമ്മിനെ നമ്പർ ഓഫ് ടേംസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നേരെ മിഡിൽ ടേം കിട്ടും. സോ ഇവിടെ നമുക്കത് അവിടെ കിട്ടി. 20 ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്ന മിഡിൽ ടേം. അതായത് 7th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. അതായത് തേർഡ് ടേം കിട്ടി, ഇറ്റ് വാസ് 8 ആൻഡ് 7th ടേം എന്ന് പറയുന്നത് 20 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഫസ്റ്റ് 3 ടേംസ് വേണം. x3 എന്ന് പറയുന്നത് 8 ആണെന്നുകൊണ്ട് x7 എന്ന് പറയുന്നത് നമുക്ക് എത്രയുണ്ട്? 20 കിട്ടി. ഇനി നമുക്കറിയാലോ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അതായത് കോമൺ ഡിഫറൻസ് കാണാൻ നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് x3യിൽ നിന്നും നമുക്ക് ബാക്കോട്ട് കൗണ്ട് ചെയ്താൽ മതി. ഫസ്റ്റ് 3 ടേംസ് കിട്ടും. സോ ഇവിടെ നമുക്കറിയാം ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അതായത് ഇവിടെ ടേംസ് എന്ന് പറയുന്നത് 20ഉം 8ഉം ആണ്. അപ്പോൾ അവരുടെ ഡിഫറൻസ് എടുക്കുക. പിന്നെ പൊസിഷൻ ഡിഫറൻസ് എടുക്കണം. അതായത് കൂടുതൽ പൊസിഷനിൽ നിന്നും കുറഞ്ഞ പൊസിഷന്റെ വ്യത്യാസമാണ് എടുക്കേണ്ടത്. ഓക്കെ, 7 - 3 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 12/4, അതായത് 3 കിട്ടി. നമുക്കപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 3 കിട്ടി. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് കൊടുത്താൽ മതി. അതായത് x3, അതായത് a+2d ആണ് എത്ര? 8 എന്ന് പറയുന്നത്. അതായത് തേർഡ് ടേം ഇവിടെ 8 ആണ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് a+2d 8 എടുത്തത്. നേരെ നമുക്ക് എന്ത് കൊടുക്കാം? ഡിക്ക് പകരം 3 കൊടുക്കാം. അപ്പോൾ a+2 × 3 = 8 or a+6 = 8 and a = 8 - 6 = 2. ഓക്കെ, സോ ഫസ്റ്റ് ടേം കിട്ടി. 2 ആണ് നമുക്ക് കിട്ടിയേക്കുന്ന ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡി എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? ഇറ്റ് വാസ് 3 അല്ലേ? കോമൺ ഡിഫറൻസ് 3 ആയിരുന്നു. സോ നമുക്ക് എയുടെ കൂടെ 3 ആഡ് ചെയ്ത് കൊടുക്കാം. സോ 5, 8. സോ ഇതാണ് നമ്മുടെ സീക്വൻസ്. ഓക്കെ, അങ്ങനെ നമ്മൾ 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വിൽ മൂവ് ടു ദി 5th വൺ. ഓക്കെ, ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം. The sum of the first 8 terms of an arithmetic sequence is 240. അതായത് ആദ്യത്തെ 8 ടേംസിന്റെ സം എന്ന് പറയുന്നത്, ആദ്യത്തെ 8 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 240 അങ്ങനെയാണെങ്കിൽ 4th ടേമിന്റെയും 5th ടേമിന്റെയും സം ചോദിച്ചിട്ടുണ്ട്. തേർഡ് ടേം തന്നിട്ടുണ്ട്, 15 ആണ് തന്നിരിക്കുന്നത്. 6th ടേം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ write 3 arithmetic sequence with the sum of the first 8 term 240. 240 സം വരത്തക്ക വിധം 3 വേറെ അരിത്തമെറ്റിക് സീക്വൻസസ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ കയ്യിൽ നമുക്ക് 4th ക്വസ്റ്റ്യനിലും ഈ ഒരു ക്വസ്റ്റ്യനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, 4th ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആദ്യത്തെ 5 ടേംസിന്റെ സമ്മാണ് തന്നിരിക്കുന്നത്. അപ്പൊ 5 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് മിഡിൽ ടേം ഈക്വൽ സം ബൈ നമ്പർ ഓഫ് ടേം വെച്ചിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമുക്ക് 8 ആദ്യത്തെ 8 ടേംസിന്റെ സമ്മാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കുമ്പോൾ
അവിടെ നമ്മൾ രണ്ട് മിഡിൽ ടേം വരും, അതിന്റെ ആവറേജ് ഒക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? സമ്മിന്റെ ഇക്വേഷനായ n/2 2a + n - 1 × d യൂസ് ചെയ്യാം. ഓക്കെ, അതപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ യൂസ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 8 ടേംസ് ആണല്ലേ, അപ്പോൾ അതിന്റെ n നമുക്ക് അവിടെ ഓൾറെഡി കിട്ടി. n എത്രയാണ്? 8 ആണ്. സം ഉണ്ട്, 240 ഉണ്ട്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാം. അതായത് 8/2 2 × a. ഫസ്റ്റ് ടേം ഒന്നും നമുക്കറിയില്ല, n അറിയാം, അതായത് 8 തന്നെയാണ്. 8 - 1 × d അറിയില്ല, പക്ഷെ അതിന്റെ ആൻസർ നമുക്ക് എത്ര അറിയാം? 240 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 8/2 4 കിട്ടും. സോ 2a + 7d = 240 കിട്ടി. നമുക്ക് ഈ 4നെ നേരെ ട്രാൻസ്പോസ് ചെയ്യാം. സോ വി ഗെറ്റ് 2a + 7d = 240 / 4 വരും. എത്ര കിട്ടും? 60 വരും. അതായത് 2a + 7d = എത്രയായി? 60 ആയി. ഓക്കെ, ഇനി എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? 4ാമത്തെയും 5ാമത്തെയും ടേംസിന്റെ സമ്മാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. 4th ടേമിന്റെ 5th ടേമിന്റെ സം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം 4th ടേം എന്ന് പറയുന്നത് a + 3d ആണ്. അതുപോലെ 5th ടേം എന്ന് പറയുന്നത് a + 4d ആണ്. നമുക്കൊരു പണി ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 2a + 7d കിട്ടും. അതായത് നമ്മളോട് ചോദിച്ചേക്കുന്നത് സമ്മാണ്, അതായത് 4ത്തിന്റെയും 5ത്തിന്റെയും സമ്മാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്തത്. അത് എത്രയാണ്? ഓൾറെഡി നമുക്ക് ഇവിടെ എത്ര കിട്ടി? 60 ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ സം ഓഫ് ദി 4th ആൻഡ് 5th ടേം എത്ര കിട്ടി നമുക്ക്? യെസ്, വി ഗോട്ട് ഇറ്റ് ആസ് 60. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ 5ത്തിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം. 3rd ടേം ഇസ് 15 ആൻഡ് വാട്ട് ഇസ് ദ 6th ടേം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ കണ്ടു 4th ടേമിനെയും 5th ടേമിനെയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 ആണ് കിട്ടുന്നത്. അതായത് 4th ടേമിനെയും 5th ടേമിനെയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ സമ്മ തന്നെയായിരിക്കും 3rd ടേമിനെയും 6th ടേമിനെയും ആഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3rd ടേമിനെയും പിന്നെ നമ്മളോട് ചോദിച്ചേക്കുന്നത് 6th ആണ് അല്ലേ. അപ്പം നമ്മൾ 6th ടേം കണ്ടുപിടിക്കാനാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ 3rd ടേമിനെയും 6th ടേമിനെയും ആഡ് ചെയ്ത് 60 എഴുതാം. 3rd ടേമിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 15 കൊടുക്കാം. അപ്പം നമുക്ക് എന്തായി? 6th ടേം എന്ന് പറയുന്നത് 60 - 15 എത്ര കിട്ടും നമുക്ക്? 45 കിട്ടും. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ള 6th ടേമിന്റെ ആൻസർ കിട്ടി, 45 കിട്ടി. ഓക്കെ, ഇനി അപ്പോൾ 5th ക്വസ്റ്റ്യന്റെ 3rd സെറ്റ് ഓഫ് ഓപ്ഷൻ ആണ് ചെയ്യുന്നത്. സോ ആദ്യത്തെ 8 ടേംസിന്റെ സം 240 വരത്തക്ക വിധം നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളിത് ചെയ്തതാണ്. 8/2 2a + 8 - 1 × d 240 വഴി നമുക്ക് എന്ത് കിട്ടും? 2a + 7d = 60 കിട്ടും. ഇനി നമുക്ക് ലെറ്റ് എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഞാൻ ഇഷ്ടമുള്ളൊരു വാല്യൂ 10 കൊടുക്കാമെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഡിയുടെ വാല്യൂ എത്ര വരും? അപ്പോൾ 7d = 60 - 20 40 വരും. സോ എനിക്ക് ഡി എന്ത് കിട്ടാണ്? 40/7. ഇനി നമുക്ക് 7 കിട്ടി. നമുക്കിനി എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേമിലേക്ക് കൊടുക്കാം അല്ലേ. നമുക്കിനി നേരെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടേം എനിക്ക് 10 കിട്ടി. സെക്കൻഡ് ടേം എന്ത് വരും? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ടേമിൻ്റെ കൂടെ, അതായത് 10 + 40/7 ആണ് നമ്മുടെ സെക്കൻഡ് ടേം അല്ലേ. അതിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 + ഈ 40/7 അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്ത് എഴുതാം. ഇനി നമുക്ക് എന്ത് വരും? 10 അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 120/7 പിന്നെ 10 + 160/7 നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ 1 1 2 3 4 5 അടുത്തത് 160 + 40 വരും. അപ്പോൾ 200/7 വരും. 2 3 4 5 6 ടേമായി
10 plus 2 40/7 10 plus 4 വരുമ്പോൾ വരും 280/7. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ 8 ടേംസ് ഒരു സെറ്റ് ഓഫ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതാണ്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുത്തു നോക്കാം. അതായത് നമ്മുടെ ഇക്വേഷൻ 2a + 7d = 60 ആണ് അല്ലേ. അപ്പം ഞാൻ എക്ക് പകരം 1 കൊടുക്കുകയാണെങ്കിലോ 2 × 1 + 7d = 60. അങ്ങനെയാണെങ്കിൽ 7d = 60 - 2 വരും, 58 വരും. സോ ഡി എനിക്ക് എത്ര കിട്ടി, 58/7 കിട്ടും. സോ എൻ്റെ ഫസ്റ്റ് ടേം 1 ആണ്. സെക്കൻഡ് ടേം എന്ത് വരും, 1 + 58/7 വരും. അങ്ങനെ സെക്കൻഡ് ടേം എന്ത് വരും, 1 + 58/7ൻ്റെ കൂടെ ഒരു 58/7 കൂടി ആഡ് ചെയ്താൽ മതി. 58 എന്ന് പറയുമ്പോൾ 116, അപ്പോൾ 1 + 116/7. അങ്ങനെ ഇഷ്ടമുള്ള ടേംസ് എഴുതാം. ഇനി അടുത്തത് നമുക്ക് എന്ത് എഴുതാം, 2a + 7d = 60. സപ്പോസ് a = 20 ആണെങ്കിൽ നമുക്ക് എന്ത് വരും, d കണ്ടുപിടിക്കാം. 2a, അതായത് എക്ക് വരെ നമുക്ക് 20 കൊടുക്കാം അല്ലേ. അപ്പോൾ 2 × 20 + 7d = 60. അങ്ങനെയാണെങ്കിൽ 7d = 60 - 40 എത്ര വരും, 20. സോ d = 20/7 വരും. ഓക്കെ, അപ്പോൾ d = 20/7 വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നേരെ ഇവിടെ കൊടുത്താൽ മതി. 20 then 20 + 20/7 then 20 + 40/7. അങ്ങനെ 3 അരിത്തമെറ്റിക് സീക്വൻസും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അവിടെ തന്നിട്ടുണ്ട്. xn = 7 - 5n ആണ് തന്നേക്കുന്നത്. സോ ടു ഗെറ്റ് ഇറ്റ്സ് 1/0th ടേം ഫ്രം ദി 100th ടേം വാട്ട് വി മസ്റ്റ് ഡു. അതായത് 100th ടേമിന്റെ കൂടെ നമുക്കറിയാലോ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 101 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 5 ആഡ് ചെയ്യണോ, 5 സബ്ട്രാക്ട് ചെയ്യണോ, 7 ആഡ് ചെയ്യണോ, 7 സബ്ട്രാക്ട് ചെയ്യണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്കറിയാലോ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള -5 ആണ് ഇവിടെ എന്ത്, ഡി എന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. എപ്പോഴും ഓൾജിബ്രായിക് ഫോമിൽ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണോ അതിൻ്റെ കൂടെയുള്ള എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ 100ാമത്തെ ടേമിൻ്റെ കൂടെ നമ്മൾ എന്താണ് -5 ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷനിൽ -5 ആഡ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്കിത് അൾട്ടിമേറ്റ്ലി ഇത് എന്തായിട്ട് മാറും, x100 - 5 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ സപ്പോസ് ഓപ്ഷനിലൊരു ആഡ് -5 ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ടിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ എന്തില്ല, ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പല ഓപ്ഷൻസിലും ഇവിടെ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ളത് സബ്ട്രാക്ട് 5 ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി. സോ ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പൊസിഷൻ അറ്റ് വിച്ച് ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ x² - 6x + 9 മീറ്റ്സ് ദ ഹൊറിസോണ്ടൽ ലൈൻ. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു x² - 6x + 9 എന്ന് പറയുന്ന പോളിനോമിയൽ വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ മീറ്റ് ചെയ്യും. നമുക്ക് ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യം തന്നെ നമുക്ക് ഈ തന്നേക്കുന്ന പോളിനോമിയലിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അതായത് x² - 6x + 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അവർ ചേഞ്ച് ആക്കി എഴുതാം, +3² എന്ന് എഴുതാമല്ലോ. ഇതിനെ നോക്കിക്കേ, ഇത് ഏത് ഫോമിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഐഡന്റിറ്റി a - b², അതായത് a² - 2ab + b² എന്ന് പറയുന്ന ഫോമിലാണിത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, x - 3² എന്നുള്ള ഫോമിൽ എഴുതാം.
ഇനി നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ 0 കൊടുക്കാം. അതായത് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ആണല്ലേ, ഈക്വൽ 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇവിടെ ഈ ഒരു കംപ്ലീറ്റ് ടേമിനെ നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അതായത് ഇത്രയും ടേമിനെ നമുക്ക് ഈക്വലിൻ്റെ 0ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതെന്തായിട്ട് മാറും, എക്സ് മൈനസ് 3 ഈക്വൽ 0/x-3 ആവും. അപ്പോൾ അത് 0 ആയി. ഇനി ഒരു ബാക്കിയുള്ള എക്സ് മൈനസ് 3 അവിടെ ഉണ്ട്. സോ എക്സ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. അതായത് ഏത് പോയിന്റ് ആയിരിക്കും, ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഈ പോയിന്റ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 3 0 ആയിരിക്കും. അതായത് എക്സ് ആക്സിസിൽ 3 ഉണ്ട്. എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈയുടെ കോർഡിനേറ്റ് നമ്മൾ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പം നമുക്ക് കിട്ടി 3 0 അതിനെന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 8th വണ്ണാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 3, 9, 15 ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ആൻ ഓഡ് നമ്പർ ബൈ 9. അപ്പോൾ നമ്മളിവിടെ nth ടേം എഴുതുമ്പോൾ 3 + n - 1 × 6 കിട്ടും. അതായത് 3 + 6n - 6, അതായത് 6n - 3. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, nth ടേം ആയിട്ട് കിട്ടിയത്. ഇനി ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് 3നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ 2n - 1 എന്ന് എഴുതാലോ. ഇനി നമ്മുടെ കണ്ടീഷൻ എന്താണ്, ഇവരുടെ സ്ക്വയർ, അതായത് 3 × 2n - 1 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 9 × 2n - 1 ഹോൾ സ്ക്വയർ. അതാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് ആൻ ഓഡ് നമ്പർ ബൈ 9 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു പണി ചെയ്യാം, എന്നിന് 1 കൊടുത്തു നോക്കാം. അപ്പോൾ എന്ത് കിട്ടും, 2 × 1 - 1 × സ്ക്വയർ എന്ന് പറയുന്നത് 2 - 1 1 × സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ 9 × 1 ഇവിടെ എത്രയാണ്, 9 തന്നെ കിട്ടി. ഇനി എന്നിന് 2 കൊടുത്തു നോക്കാം. എന്നിന് ഇവിടെ 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതായത് 2 × 2 - 1 × സ്ക്വയർ, അതായത് 4 - 1 × സ്ക്വയർ എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 9 × 9 എന്ന് പറയുന്നത് എന്താണ്, 81 ആണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഓഡ് നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ അത് അത്രേ ഉള്ളൂ നമുക്ക് 8th വൺ എന്ന് പറയുന്നത്. ഇനി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് വൺ, 9th വൺ. The sum of the two numbers is 6 and their product is 7. One of these numbers is larger than 3 and the other is smaller than 3. Why? And calculate the numbers. Okay. അപ്പോൾ 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ് എന്നും വൈ എന്നും കൊടുക്കാം. അപ്പോൾ അതിലെന്താ പറഞ്ഞേക്കുന്നത്, ഒന്നിൻ്റെ സം എത്രയാണ്, 6 ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ സം എടുക്കുകയാണെങ്കിൽ 6ഉം അതുപോലെ തന്നെ ഇവരുടെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ 7ഉം ആണ് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ നിന്ന് എന്തൊക്കെ എഴുതാം, ഞാനിവിടെ ഒരു പുതിയൊരു ഇക്വേഷൻ കൂടി എഴുതാണ്. അതാ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് y = 6 - 6 എന്ന് എഴുതാലോ. ആ വൈയുടെ വാല്യൂ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വൈക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, 6 - 6 കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം, ഇതുപോലെ എഴുതാം. ഇനി ഞാനൊരു പുതിയൊരു ഇക്വേഷൻ അത് കയറ്റി ഗുണിക്കാം. സോ നമുക്കൊരു പുതിയൊരു ഇക്വേഷൻ കിട്ടി. ഇനി എപ്പോഴും നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുമ്പോൾ ഒരിക്കലും x² മൈനസ് വെച്ച് എഴുതാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫുൾ ഇക്വേഷനെ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 0 ആണ്. അപ്പോൾ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും അതിന് എഫക്റ്റ് ഒന്നുമില്ല. സോ മൈനസ് എന്നുള്ളതൊക്കെ എന്താവും, പ്ലസ് ആയിട്ട് മാറും. പ്ലസ് ഉള്ളത് എന്താവും, മൈനസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു പുതിയൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇക്വേഷൻ, അതായത് x = -b ± √b² - 4ac/2a നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് a എന്ന് പറയുന്നത് x² കോഎഫിഷ്യൻ്റ് ആണ്, ഇവിടെ 1 ആണ്. ഇനി b എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, -6 വരും. c എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ നമുക്കിവിടെ നേരെ ഡയറക്റ്റ് കൊടുക്കാം. ഇനി b കൊടുക്കുക, -6 വരും ഇവിടെ, √b² - 4 × a × c / 2 × 1 2 തന്നെയാണ്. സോ ഇവിടെ നമുക്ക് 6 + 4 -
36 minus 28 divided by 2. So 6 plus 4 minus 36 minus 28 വരുമ്പോൾ 8 വരും. സോ √8/2 കിട്ടി. ഇനി നമുക്ക് √8 നമുക്ക് എങ്ങനെ എഴുതാം? √8 എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യാം. ഇനി ഇവിടെ ഈ 2 പേരുണ്ടല്ലോ, ഈ പെയറായിട്ടുള്ളവരെ നമുക്ക് പെയറായിട്ടുള്ളവരിൽ നിന്ന് ഒരു നമ്പറും പെയറില്ലാത്തവരെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ടിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്തായി? 2√2/2. അതിനെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ആക്കി എഴുതാം. അതായത് ഇവിടെ നമുക്ക് 6 plus 2√2 divided by 2 and 6 minus 2√2 whole divided by 2. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവരെ കോമൺ ഒക്കെ കട്ട് ചെയ്ത് കളയാം. അതായത് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ √2/2 and 2 into 3 minus √2/2 വരും. ഈ 2ഉം 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 കട്ട് ചെയ്ത് കളഞ്ഞാൽ ഫൈനലി we got 3 plus √2 and 3 minus √2. ഈ 2 വാല്യൂസ് ആണ് എക്സിനുള്ളത്. ഓക്കെ, അപ്പം 10th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ we have 2 arithmetic sequences 5, 11, 17 and 18, 8, 14 and 20. നാലാമത്തെ ടേംസിന്റെ ഈ 2 സീക്വൻസിലെ നാലാമത്തെ ടേംസിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ സീക്വൻസിൽ അതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6ഉം രണ്ടാമത്തെ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അതും 6 തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മൂന്നാമത്തെ ടേംസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 4th ടേം കിട്ടും. അപ്പോൾ ആദ്യം കിട്ടി നമുക്ക് 23 കിട്ടി, ആദ്യത്തെ സീക്വൻസിലെ 4th ടേം. ഇനി സെക്കൻഡ് സീക്വൻസിലെ 4th ടേം എന്ന് പറഞ്ഞാൽ 3rd ടേം, അതായത് 20ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യാം? 6 ആഡ് ചെയ്യാം. അപ്പം 26 കിട്ടി. ഇനി 26ന്റെയും 23rdന്റെയും ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അതാണ് ഈ ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് വൺ 10th വണ്ണില് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹൗ മച്ച് മോർ ഇസ് ദ സം ഓഫ് ദി 25 ടേംസ് ഓഫ് ദ സെക്കൻഡ് സീക്വൻസ് ദാൻ ദ സം ഓഫ് ദിസ് 25 ടേംസ് ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ്. അതായത് ആ 2 സീക്വൻസിന്റെയും 25 ടേംസിന്റെ സമ്മിന്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷന്റെ ആൻസർ കിട്ടും. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് സീക്വൻസിന്റെ S25, അതായത് സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് n/2 2a plus n minus 1 into d ആണ്. ഓക്കെ, സോ n എത്രയാണ്? 25 ആണ്. 25/2 into 2 into a അറിയാം 5 ആണ്, പ്ലസ് 25 minus 1 into 11 minus 5 നമുക്ക് 6 കിട്ടി. ഓക്കെ, സോ 25/2 into 10 plus 24 into 6 വരും, 44 വരും. ഇനി ഇവിടെ നമ്മൾ ഈ 25ന്റെ ഡിവൈഡ് ചെയ്യണ്ട 2 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 25/2 ഈ 10 plus 1 44ന് നമുക്കൊരു 2 ഇങ്ങോട്ട് പുറത്തെടുക്കാം. 5 plus 1 44ന് 2 പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 കിട്ടും. അതായത് 144/2 നമുക്ക് 72 കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് ഈ 2നെ കട്ട് ചെയ്യാം. അപ്പോൾ 25 into 72 5 77. സോ വി ഹാവ് 25 into 77. So we got 1925 കിട്ടും. ആദ്യത്തെ S25 എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സീക്വൻസിന്റെ S25 ആണ് 1925. ഇനി രണ്ടാമത്തെ ടേമിന്റെ രണ്ടാമത്തെ സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കണം. S25 തന്നെ കണ്ടുപിടിക്കണം. അതിൽ n സെയിം തന്നെയാണ്, മാറുന്നില്ല. ഫസ്റ്റ് ടേം മാറുന്നുണ്ട്, 8 ആവുന്നുണ്ട്. ഇവിടെ d എത്ര തന്നെയാണ്? അവിടെ 6 തന്നെയാണ്, അതും ചേഞ്ച് വരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? 25/2 into 16 plus 24 into 6 144 വരും. ഇതിലും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇനി നമുക്ക് ഇവരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 into
8 കിട്ടും. അപ്പം അതിൻ്റെ 25 ടൈംസ് 8 എന്ന് പറഞ്ഞാൽ അതായത് 2000 കിട്ടും. ഓക്കെ, ഞാനിവിടെ 8 ആണ് എടുത്തത്, അതാണ് ഞാനിവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തത്, ബിക്കോസ് നമുക്ക് 80 ആണ് വേണ്ടത്. സോ 2000 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് സീക്വൻസിന്റെയും ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇവിടെ ഒരു 1925 ഉണ്ട്, ഇവിടെ ഒരു 2000 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് 2000 2000 മൈനസ് 1925 ചെയ്താൽ നമുക്കതിൻ്റെ ആൻസറായി 2000 മൈനസ് 1925 ചെയ്യാം. ഇവിടെ 200 നിന്ന് നമുക്ക് 1 എടുക്കാം. So the answer is 75.